ജാനിയെ അടിമുടി ഒന്ന് നോക്കിയതിന് ശേഷം അവൻ ബാത്റൂമിലേക്ക് പോയി. ഈശ്വരാ, ഞാൻ എന്താ ഈ ചെയ്തേ? ഇനി ഈ പേരും പറഞ്ഞ് ആ രാവണൻ എന്നെ നിർത്തിപ്പൊരിക്കുമെന്നാ തോന്നുന്നത് എന്നൊക്കെ ആ അവശതയിലും അവൾ ചിന്തിച്ചു. ബാത്റൂമിൻ്റെ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ അടച്ച് ഉറങ്ങിയതുപോലെ കിടന്നു. മയൂരാണെങ്കിൽ ഷർട്ടും ഇന്നർ ബനിയനുമെല്ലാം വേസ്റ്റ് ബിന്നിൽ കൊണ്ടിട്ടതിന് ശേഷം ജീൻസ് മാത്രം ധരിച്ച് പുറത്തേക്ക് വന്നു. അവൻ ജാനിയെ ഒന്ന് ഇടക്കണ്ണിട്ട് നോക്കി. അവൾ ഉറങ്ങുന്നതായി കണ്ടതും അവനൊന്ന് അമർത്തി മൂളിയതിന് ശേഷം ഫോൺ എടുത്ത് എബിയെ വിളിച്ചു. ഹലോ എബി, എന്തായി? ജാനിക്ക് പനി കുറവുണ്ടോ? ആ, കുറഞ്ഞു വരുന്നു. നിങ്ങളിപ്പോൾ എവിടെ എത്തി? ഞങ്ങളിപ്പോൾ എത്താറായി. ഏകദേശം ഒരു 15 മിനിറ്റ്. എന്നാലേ അവിടെ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്നും എനിക്കൊരു ജോഡി ഡ്രസ്സ് വാങ്ങിയിട്ട് വാ, ഇന്നർ ബനിയൻ അടക്കം. എന്താ DGP സാറേ, സാറിപ്പോൾ തുണിയുടുക്കാതെയാണോ നിൽക്കുന്നേ? എബി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. വലിയ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട, പറഞ്ഞതനുസരിക്ക്. ശബ്ദമൊന്ന് കനപ്പിച്ച് പറഞ്ഞതിന് ശേഷം മയൂർ ഫോൺ കട്ട് ചെയ്തു. ഇവനൊക്കെ എന്തൊക്കെ സംശയങ്ങളാ, മയൂർ ചിന്തിച്ചു. മയൂരിൻ്റെ അപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാൻ ജാനി ഇടക്കണ്ണിട്ട് അവനെ നോക്കി. അവൻ അവളെ നോക്കുന്നുണ്ടെന്നറിഞ്ഞതും അവൾ അപ്പോൾ തന്നെ കണ്ണുകൾ മുറുക്കി അടച്ചു. അതെ, വലിയ അഭിനയൊന്നും വേണ്ട. നീ അഭിനയിച്ച് കിടക്കുകയാണെന്ന് എനിക്ക് മുമ്പേ മനസ്സിലായി. ഞാൻ എൻ്റെ ക്ഷമയുടെ അവസാനത്തെ പടിയിലാണ് നിൽക്കുന്നത്, മനസ്സിലായോടി? പിന്നെ നീ വയ്യാതെ കിടക്കുകയല്ലേ എന്നൊരൊറ്റ കാരണത്താൽ ക്ഷമിക്കുന്നതാണ് ഓരോ നിമിഷവും. അവളുടെ ഒരു അഭിനയം, മയൂർ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. കള്ളി പൊളിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ജാനി പതുക്കെ കണ്ണുകൾ തുറന്നു. അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അതിന് പകരമായി അവൻ അവളെ നോക്കി ഒരു പുച്ഛച്ചിരി ചിരിച്ചു. അപ്പോഴാണ് ഒരു നേഴ്സ് വാതിൽ തുറന്നു വന്നത്. മേൽവസ്ത്രം ധരിക്കാതെ ഇരിക്കുന്ന മയൂരിനെ കണ്ടതും നേഴ്സിൻ്റെ കണ്ണുകൾ അവൻ്റെ ഫിറ്റ് ബോഡി മുഴുവൻ അലയാൻ തുടങ്ങി. ഈശ്വരാ, ഈ നേഴ്സ് എന്താ എന്നെ ഇങ്ങനെ നോക്കണേ എന്ന് ചിന്തിച്ച് അവൻ നേഴ്സിനെ ഇടക്കണ്ണിട്ട് നോക്കി. പിന്നീട് ശരീരം മറയ്ക്കാനായി എന്തെങ്കിലും ഉണ്ടോ അവിടെ എന്ന് അവൻ തിരഞ്ഞു. അവസാനം അവളുടെ ഷാളാണ് അവൻ്റെ കയ്യിൽ കിട്ടിയത്. പെട്ടെന്ന് തന്നെ അവൻ ആ ഷാൾ എടുത്ത് ശരീരം മറച്ചു. ഷാള് പുതച്ചിരിക്കുന്ന മയൂരിനെ കണ്ടതും നേഴ്സിന് ചിരി വന്നു. ചിരി അടക്കി പിടിച്ച് അവൾ വേഗം തന്നെ 2-3 ഇഞ്ചക്ഷൻ ജാനിക്ക് നൽകി. ശേഷം പെട്ടെന്ന് തന്നെ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് നേഴ്സ് അവിടെ നിന്നും പോയി. മറ്റുള്ള പെണ്ണുങ്ങളെ ആകർഷിക്കാനായി തുണിയുടുക്കാതെ ഇരിക്കുക, നാണമില്ലാത്തവൻ. ജാനി അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചിന്തിച്ചു. അവളുടെ ആ നോട്ടം കണ്ടതും അവൾ മനസ്സിൽ എന്തോ തെറി വിളിക്കുകയാണെന്നുള്ള കാര്യം അവന് മനസ്സിലായി. എന്താടി ഉണ്ടക്കണ്ണി എന്നെ എങ്ങനെ കൂർപ്പിച്ചു നോക്കുന്നത്? നീ ഈ അവസ്ഥയായി പോയി, അല്ലെങ്കിൽ കാണാമായിരുന്നു എൻ്റെ തനി സ്വഭാവം. അല്പം ദേഷ്യത്തോടെ മയൂർ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ എബിനും മെറിനും മയൂരിനുള്ള ഡ്രസ്സും വാങ്ങി വന്നു. ഷോള് പുതച്ചിരിക്കുന്ന മയൂരിനെ കണ്ടതും അവർ ചിരിക്കാൻ തുടങ്ങി. എന്നാലും എൻ്റെ DGP സാറേ, ഇത് വല്ലാത്തൊരു ഫാൻസി ഡ്രസ്സായി പോയല്ലോ, മെറിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് മറുപടിയൊന്നും പറയാതെ എബിയുടെ കയ്യിലിരുന്ന കവർ വാങ്ങി ജാനിയെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയതിന് ശേഷം അവൻ ബാത്റൂമിലേക്ക് കയറി. എങ്ങനെയുണ്ടടി, ഇപ്പോൾ കുറവുണ്ടോ? മെറിൻ അവളോട് ചോദിച്ചു. അതിന് മറുപടി എന്നോണം ജാനി മെറിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നീ പകുതി ആയല്ലോ എൻ്റെ ജാനി മോളെ. ഇതാ ഞാൻ പറയണത്, ഒരു അസുഖത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം. അതെങ്ങനെയാ? എന്ത് അസുഖം വന്നാലും പ്രിയപ്പെട്ട മോളെ അങ്ങ് എടുക്കും. അതാണല്ലോ നിന്റെ സ്വഭാവം, മെറിൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. പ്രിയപ്പെട്ട മോളോ? എബി മനസ്സിലാകാത്ത പോലെ ചോദിച്ചു. അതെ, പാരസെറ്റമോള്. ഇവളുടെ സ്ഥിരം പരിപാടി ഇതാണ്. ശരീരവേദന, പനി, അങ്ങനെ എന്ത് അസുഖം വന്നാലും അവൾ പാരസെറ്റമോള് കഴിക്കും. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും അവൾക്ക് ആവശ്യമില്ല. അവശത നല്ലതുപോലെ ഉള്ളതുകൊണ്ട് മാത്രം. അതിന് മറുപടി എന്നോണം മെറിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയതിന് ശേഷം ജാനി കണ്ണുകൾ അടച്ചു കിടന്നു. അപ്പോഴേക്കും മയൂർ കുളി കഴിഞ്ഞ് ഇറങ്ങിയിരുന്നു. ഒന്ന് കുളിച്ചപ്പോഴാണ് എൻ്റെ ശരീരത്തിലെ നാറ്റം പോയതുപോലെ എനിക്ക് തോന്നിയത്, തല തുവർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ജാനി ഉറങ്ങിയിരുന്നു. ലേബർ റിപ്പോർട്ട് വന്നോ സാറേ? മെറിൻ മയൂരിനോടായി ചോദിച്ചു. കുറച്ചു മുമ്പ് വന്നിരുന്നു, ഡെങ്കു പോസിറ്റീവാണ്. ആണോ? എങ്കിൽ നല്ല റെസ്റ്റ് വേണമല്ലോ.
ഏതായാലും ഇവിടെ സാറുണ്ടല്ലോ, ഞാൻ ഫ്ലാറ്റിലേക്ക് പോകാം. തമ്പുരുമോള് വരുമ്പോൾ അവിടെ ആരെങ്കിലും വേണ്ടേ? കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം എബിനും മെറിനും ഫ്ലാറ്റിലേക്ക് പോയി. അപ്പോഴും ജാനി മയക്കത്തിൽ തന്നെയായിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും പനിയൊന്നു കുറഞ്ഞിരുന്നു. ഒരു കിണ്ണത്തിൽ കഞ്ഞിയും കറിയും ഇട്ട് ഇളക്കി മിക്സാക്കിയതിന് ശേഷം അവൻ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തു. ദാ കഴിക്ക്. അവൻ്റെ സാന്നിധ്യം അവൾക്കത്ര ഇഷ്ടമായിരുന്നില്ല. എങ്കിലും അവശതയോടെ കിടക്കുന്നത് കാരണം എതിർപ്പൊന്നും പറയാതെ അവൾ കഞ്ഞി വാങ്ങി. കഞ്ഞി കോരി കുടിക്കാനുള്ള ആരോഗ്യം പോലും അവൾക്കുണ്ടായിരുന്നില്ല. ഒരു സ്പൂൺ കഞ്ഞി കോരി വായിലേക്ക് കൊണ്ടുപോകും വഴി കുറേ വറ്റുകളെല്ലാം പിന്നെയും പാത്രത്തിലേക്ക് തിരിച്ചു വീഴുമായിരുന്നു. ഒട്ടും ബലമില്ലാതെയാണ് അവൾ സ്പൂണൊക്കെ പിടിച്ചിരുന്നത്. 1-2 പ്രാവശ്യം ഈ പ്രവർത്തികൾ കണ്ടതും അവന് ദേഷ്യം വന്നു. ഇങ്ങനെ കൊത്തിപ്പെറുക്കി ഇരുന്നാൽ നേരം വെളുത്താലും കഞ്ഞികൂടി കഴിയില്ല. കഞ്ഞി കുടിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ നിന്നും ബലമായി പാത്രം തട്ടിപ്പറിച്ചു വാങ്ങി. അവൻ ഒരു വലിയ സ്പൂൺ കഞ്ഞി കോരിയെടുത്ത് അവളുടെ ചുണ്ടോടടുപ്പിച്ചു. ജാനി ആദ്യം വായ തുറക്കാതെ ഇരുന്നു. ദേ ജാനി, ഈ വയ്യാത്ത സമയത്ത് നീ നിന്റെ പഴയ സ്വഭാവം കൊണ്ട് വന്നാൽ പൊന്നുമോളെ, നിന്റെ വയ്യായുടെ കാര്യമൊക്കെ ഞാൻ അങ്ങ് മറക്കും. അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൻ്റെ നോട്ടം താങ്ങാൻ കഴിയാതെ അവൾ യാന്ത്രികമായി വായ തുറന്നു. ഓരോ സ്പൂൺ കഞ്ഞിയും ഒരു എതിർപ്പും പറയാതെ അവൾ വാങ്ങിക്കഴിച്ചു. കഞ്ഞി മുഴുവൻ കഴിഞ്ഞതും അവൻ അവളുടെ ചുണ്ടുകളെല്ലാം തുടച്ചു കൊടുത്തു. അപ്പോൾ നിനക്ക് മര്യാദക്കാരിയാകാനും അറിയാം അല്ലേ ജാനി ടീച്ചറേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മരുന്നുകളെല്ലാം എടുത്തുകൊണ്ടു വന്നു. അവൻ കൊടുത്ത മരുന്നുകളെല്ലാം അവൾ അനുസരണയോടെ കഴിച്ചു. മരുന്നിൻ്റെ ഡോസ് കൊണ്ടായിരിക്കണം അവൾ പിന്നെയും മയക്കത്തിലേക്ക് പോയി. പക്ഷേ അർദ്ധരാത്രി ആയപ്പോഴേക്കും ജാനിക്ക് പിന്നെയും പനിക്കാൻ തുടങ്ങി. അവൾ പനി കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അവൻ അപ്പോൾ തന്നെ നേഴ്സിനെ വിളിക്കുകയും നേഴ്സ് വന്ന് പനി പെട്ടെന്ന് മാറാനുള്ള ഒരു ഇഞ്ചക്ഷൻ നൽകുകയും ചെയ്തു. എന്നാൽ പിന്നെയും അവൾ തണുപ്പ് കൊണ്ട് വിറച്ചു. പല്ലുകളെല്ലാം കൂട്ടിയുരസി തണുത്ത് വിറച്ച് കിടക്കുന്നവളെ കണ്ടപ്പോൾ അവന് പാവം തോന്നി. അവൻ അവളുടെ കട്ടിലിൽ അവളോട് ചേർന്ന് കിടന്നു. അവളെ എടുത്ത് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. ഒരു പുതപ്പെടുത്ത് അവർ രണ്ടുപേരും പുതച്ചു കിടന്നു. അവൻ്റെ ശരീരത്തിലെ ചൂട് അവൾക്ക് പകർന്നു കൊടുത്തതും അവൾ ആ ചൂടിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഒട്ടിക്കിടന്നു. ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ പാർട്ടിൽ ജാനി മൂത്രമൊഴിച്ചത് എല്ലാവർക്കും നാണക്കേടായല്ലോ. മനുഷ്യന്മാരായാൽ അങ്ങനെയല്ലേ? ഇതുപോലെ പനിച്ചു കിടക്കുമ്പോൾ ചിലപ്പോൾ മൂത്രമൊക്കെ പോയെന്ന് വരും. അതിപ്പോൾ നായികയായാലും വില്ലത്തിയായാലും ഒക്കെ അങ്ങനെ തന്നെയല്ലേ? ദയവായി കേൾക്കുന്നവർ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥകൾ കേൾക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്തു കൊടുക്കണേ.